ബസ്സുകളിൽ വാട്സ്ആപ്പ് നമ്പർ പ്രദർശിപ്പിക്കണമെന്ന നിർദ്ദേശം. പ്രത്യേക സ്റ്റിക്കറിൽ വാഹന ഉടമയുടെയും എൻഫോഴ്സ്മെന്റും ആർടിഒയുടെയും നമ്പർ രേഖപ്പെടുത്തിയിരിക്കണം. ഗതാഗത മന്ത്രി വിളിച്ച യോഗത്തിലാണ് നിർദ്ദേശം നൽകിയത്. വിവരങ്ങളുമായി പ്രജിത്ത് മോഹൻ ചേരുന്നുണ്ട്. പ്രജിത്ത്, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ബസ്സുകളിലാണ് ഇപ്പോൾ വാട്സപ്പ് നമ്പർ പ്രദർശിപ്പിക്കണമെന്നൊരു നിർദ്ദേശം ഗതാഗത മന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. പ്രത്യേക സ്റ്റിക്കറിൽ വാഹന ഉടമയുടെയും ഒപ്പം തന്നെ എൻഫോഴ്സ്മെന്റും ആർടിഒയുടെയും നമ്പർ രേഖപ്പെടുത്തിയിരിക്കണം എന്നും പറയുന്നുണ്ട്. ഗതാഗത മന്ത്രി വിളിച്ച യോഗത്തിലാണ് ഈ ഒരു നിർദ്ദേശം നൽകിയിരിക്കുന്നത്. എത്രത്തോളം ഈ നിർദ്ദേശം പാലിക്കപ്പെടും എന്നുള്ളത് നമ്മൾ ഇനി മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഒപ്പം തന്നെ ബസ്സുകളിൽ ഇങ്ങനെ വാട്സപ്പ് നമ്പർ പ്രദർശിപ്പിക്കുന്നത് മൂലം പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ വാഹനങ്ങൾ നിരത്തിൽ ഓടുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും അത്തരം കാര്യങ്ങളും കൂടി ജനങ്ങൾക്കും കൂടി അറിയിക്കാൻ സാധിക്കും. അതുവഴി എന്നും കൂടി നമ്മൾ മനസ്സിലാക്കാം. ഗതാഗത മന്ത്രിയുടെ യോഗത്തിലാണ് ഇപ്പോൾ ഇങ്ങനൊരു നിർദ്ദേശം അദ്ദേഹം പുറപ്പെടുവിച്ചിരിക്കുന്നത്. വിവരങ്ങൾ നൽകാനായി പ്രജിത്ത് മോഹൻ ചേരുന്നുണ്ട്. പ്രജിത്ത്, എന്തൊക്കെയാണ് കൂടുതലായുള്ള വിശദാംശങ്ങൾ? ഈ സംസ്ഥാനത്ത് ഈ വാഹനങ്ങളൊക്കെ അപകടത്തിൽപ്പെടുന്നതും പലപ്പോഴും ബസ്സുകളുടെയൊക്കെ ഈ അപകടകരമായ ഡ്രൈവിംഗ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായി വിലയിരുത്തപ്പെടാതെ പോകുന്നൊരു സാഹചര്യമുണ്ട്. പലപ്പോഴും പലയിടത്തും അപകടങ്ങൾക്ക് കാരണമാകുന്നത് ബസ്സുകളുടെ അമിതവേഗമാണെന്നുള്ള ആക്ഷേപമൊക്കെ സജീവമായി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ ഈ പുതിയൊരു തീരുമാനം വന്നിരിക്കുന്നത്. അതായത് ഇനി മുതൽ ഈ ബസ്സുകളിൽ, പ്രത്യേകിച്ച് സ്റ്റേജ് കാരിയേജ് വാഹനങ്ങളിലെല്ലാം കൃത്യമായ അവരുടെ ഒരു സംവിധാനങ്ങൾ, അതായത് ആരൊക്കെയാണ് വാഹനത്തിൻ്റെ ഉടമയാര്, അതോടൊപ്പം തന്നെ ആ പ്രദേശത്തെ എൻഫോഴ്സ്മെൻറ്റ് ആർടിഒ ആര് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ടുള്ള വാട്സാപ്പ് സ്റ്റിക്കറുകൾ പതിക്കണം എന്നുള്ളതാണ് ഏറ്റവും പുതിയ ഒരു തീരുമാനം വന്നിരിക്കുന്നത്. ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ വിളിച്ചു ചേർത്ത യോഗത്തിലായിരുന്നു ഇത്തരമൊരു തീരുമാനമുണ്ടായത് എന്നുള്ളതാണ്. ഈ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കർശനമായി ഇത് നടപ്പിലാക്കണം എന്നുള്ള നിർദ്ദേശം കൂടി മോട്ടോർ വാഹന വകുപ്പ് ആർടിഒമാർക്ക് നൽകിയിരിക്കുന്നത്. ഈ നിർദ്ദേശം എന്ന് പറയുന്നത് ഒരു വാട്സാപ്പ് സ്റ്റിക്കർ ഉണ്ടാകണം. അതിൽ കൃത്യമായി നമ്പറുകൾ രേഖപ്പെടുത്തിയിരിക്കണം. ആരാണ് ഉടമ, ആരാണ് ആ പ്രദേശത്തെ എൻഫോഴ്സ്മെൻറ്റ് ആർടിഒ എന്നടക്കമുള്ള കാര്യങ്ങൾ ഇവരുടെ വാട്സാപ്പ് നമ്പറുകളായിരിക്കണം ഈ സ്റ്റിക്കറിൽ ഉണ്ടായിരിക്കേണ്ടത് എന്നുള്ളതാണ് മോട്ടോർ വാഹന വകുപ്പ് പറയുന്നത്. അങ്ങനെയാകുമ്പോൾ ഈ ബസ്സുകളും മറ്റും അമിത വേഗതയും അല്ലെങ്കിൽ അപകടകരമായ ഡ്രൈവിങ്ങും ഒക്കെ ഉണ്ടാകുമ്പോൾ അത് ആ പ്രദേശത്തെ ആർടിഒ, ബസ് അല്ലെങ്കിൽ വാഹനത്തിൻ്റെ ഉടമകൾ എന്നിവർക്ക് കൃത്യമായി അറിയിക്കാൻ പൊതുജനങ്ങളെ ഈ സംവിധാനം സഹായിക്കുമെന്നുള്ളതാണ് മോട്ടോർ വാഹന വകുപ്പ് പറയുന്നത്. ഇതിന് കൃത്യമായൊരു മാർഗനിർദ്ദേശങ്ങളും രൂപരേഖയും ഒക്കെ നൽകിയിട്ടുണ്ട്. 60 സെൻറ്റിമീറ്റർ നീളവും 45 സെൻറ്റിമീറ്റർ വീതിയും ഒക്കെ ഉണ്ടാകുന്നുണ്ട്. വാഹനത്തിൻ്റെ ഡ്രൈവർ സീറ്റിന് പിന്നിലായുള്ള പാർട്ടീഷനിൽ പതിക്കേണ്ട അങ്ങനെ 2-3 ഭാഗങ്ങൾ, അതായത് വാഹനത്തിൻ്റെ പുറകുവശത്ത്, മുൻവശത്ത്, ഡ്രൈവർ സീറ്റിന് പിൻവശം എന്നിങ്ങനെ വിവിധ സ്ഥലങ്ങളിൽ ഈ സ്റ്റിക്കറുകൾ പതിക്കണമെന്നുള്ള നിർദ്ദേശവും ഇപ്പോൾ മോട്ടോർ വാഹന വകുപ്പ് നൽകിയിട്ടുണ്ട്. റോഡ് അപകടങ്ങൾ കുറയ്ക്കുന്നതിനുള്ള ഒരു മാർഗ്ഗനിർദ്ദേശം എന്ന നിലയിൽ കൂടിയാണ് ഇപ്പോൾ മോട്ടോർ വാഹന വകുപ്പ് ഇത്തരമൊരു തീരുമാനവും നിർദ്ദേശവുമായി വന്നിരിക്കുന്നത്. എല്ലാ സ്റ്റേജ് കാരിയേജ് വാഹനങ്ങളിലും ഈ സ്റ്റിക്കറുകൾ അടിയന്തരമായി പതിക്കണമെന്ന നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ഇപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ അല്ലെങ്കിൽ ഇതുപോലെ പ്രദർശിപ്പിക്കണമെന്നൊരു നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. അപ്പോൾ എത്രത്തോളം തന്നെ അത് പാലിക്കപ്പെടും, അല്ലെങ്കിൽ അങ്ങനെ പൊതുജനങ്ങൾക്ക് ഒരു പ്രശ്നമുണ്ടാകുന്ന ഒരു സാഹചര്യത്തിൽ, പൊതുനിരത്തുകളിൽ പോകുമ്പോൾ അമിത വേഗത്തിൽ ഉൾപ്പെടെ പ്രശ്നമുണ്ടാകുന്ന സാഹചര്യത്തിൽ ഇത്തരം ഒരു കാര്യം അറിയിച്ചു കഴിഞ്ഞാൽ ഗതാഗത വകുപ്പിൻ്റെ ഭാഗത്ത് നിന്ന് ഉടനടി ഒരു നടപടി ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുമോ? ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന തരത്തിലാണ് ബസ്സുകൾ നിരത്തുകളിൽ പോകുന്നതെങ്കിൽ എത്രത്തോളം ജനങ്ങൾക്ക് ഇത് ഉപകാരപ്രദമാകും, അല്ലെങ്കിൽ വേണ്ട രീതിയിലൊരു നടപടി വേഗം തന്നെ ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുന്നുണ്ടോ? അഞ്ജന, നിരവധി നിർദ്ദേശങ്ങൾ ഇത്തരത്തിൽ വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് KSRTC വാഹനങ്ങളുടെയൊക്കെ പിറകുവശത്ത് ഈ വാട്സപ്പ് നമ്പറുകൾ പ്രദർശിപ്പിക്കുന്ന ഒരു ചടങ്ങുണ്ടായിരുന്നു. അത് ചടങ്ങ് മാത്രമായി ചുരുങ്ങുകയും പിന്നീട് ഈ ഡ്രൈവർമാരോ അല്ലെങ്കിൽ മറ്റാരെങ്കിലുമൊക്കെ അതൊക്കെ ആ നമ്പറുകളൊക്കെ ഇളക്കിക്കളയുന്ന സാഹചര്യവും നമ്മൾ കണ്ടതാണ്. അങ്ങനെ നിർദ്ദേശങ്ങൾ പലതുണ്ടാകും, പക്ഷെ അതൊന്നും പ്രായോഗികമായി നടപ്പിലാകാറില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രതിസന്ധി. പലപ്പോഴും ഏതെങ്കിലും ഒരു ദൃശ്യങ്ങൾ അത് വൈറലാകുന്ന സമയത്താണ് മോട്ടോർ വാഹന വകുപ്പ് നടപടി സ്വീകരിക്കാറുള്ളത്. കാര്യമായ ഇടപെടലുകൾ പലപ്പോഴും ഉണ്ടാകാറില്ല. അത് സംസ്ഥാന തലത്തിൽ തന്നെയാണെങ്കിലും അത്തരം നടപടികളിലേക്ക് ഒരു ഇഴച്ചിലുകൾ നമ്മൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് KSRTC ബസ്സുകൾ പിന്നിൽ പ്രദർശിപ്പിച്ചിരുന്ന സ്റ്റിക്കറുകൾ പിന്നീട് കാണാതാകുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഇപ്പോൾ സംസ്ഥാനത്തെ എല്ലാ സ്റ്റേജ് കാരിയേജ് വാഹനങ്ങൾക്കും ഇത്തരത്തിൽ ഉടമയുടെ നമ്പർ, അതുപോലെ തന്നെ എൻഫോഴ്സ്മെൻറ്റ് ആർടിഒയുടെ നമ്പർ അടക്കമുള്ളവ എഴുതി പ്രദർശിപ്പിക്കണമെന്ന് പറയുമ്പോൾ അത് കൃത്യമായി പാലിച്ചാൽ, അത് കൃത്യമായി ഉദ്യോഗസ്ഥർ പിന്തുടരുകയാണെങ്കിൽ, ഇത്തരം പരാതികൾ ഉണ്ടാകുമ്പോൾ ഉടൻ നടപടി ഉണ്ടാകുകയാണെങ്കിൽ അതിനൊരു ഫലപ്രദമായ ഒരു തീരുമാനമായി അത് മാറും. പക്ഷേ പതിവ് പോലെ എല്ലാം ഇത്തരം പ്രഖ്യാപനങ്ങളും തീരുമാനങ്ങളും മാത്രമാണ്
അനിവാര്യമാകുന്നു. അത് പ്രായോഗിക തലത്തിലെത്തുമ്പോൾ നടപ്പിലാകാത്തൊരു സാഹചര്യത്തിലേക്കാണ് പോകുന്നതെങ്കിൽ ഇത്തരം തീരുമാനങ്ങൾ കൊണ്ട് അതൊന്നും സംസ്ഥാനത്തെ വാഹനാപകടങ്ങളിൽ നിന്ന് കുറയ്ക്കാനോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അതിനൊക്കെ ഒരു പരിഹാരമാകാനോ കാരണമാകില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്തായാലും ഒരു തീരുമാനം വന്നിരിക്കുന്നു. ആ തീരുമാനം കൃത്യമായി നടപ്പിലാക്കേണ്ട ഉത്തരവാദിത്വം മോട്ടോർ വാഹന വകുപ്പിലെ RTO അടക്കമുള്ള ഉദ്യോഗസ്ഥരുടേതാണ്. അപ്പോൾ അതിൽ കൃത്യമായൊരു ഇടപെടലുകൾ ആവശ്യമാണ്, അതിൻ്റെ തുടർച്ച ആവശ്യമാണ്. അങ്ങനെ ഉണ്ടായാൽ സംസ്ഥാനത്തെ ഈ വാഹനാപകടങ്ങളുടെയൊക്കെ ഒരു പരിധി കുറച്ചെങ്കിലും അന്ന് കുറയാനുള്ള ഇടപെടലുകളോ അല്ലെങ്കിൽ അതിന് സഹായിക്കുന്ന രീതിയിലായി മാറാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ എപ്പോഴും അത് നടപ്പിലാകണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നമായി നിലനിൽക്കാറുള്ളത്. അഞ്ജന. ശരി.